ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയങ്കരായ TTQ ഓൺലൈൻ സഹോദരി സഹോദരങ്ങളെ, 8:30 8:32 നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സാലിഹായ അമലായി നമ്മിൽ നിന്ന് ഈ ഒരു പഠനം സംരംഭത്തെ സ്വീകരിക്കട്ടെ. ആമീൻ. കുട്ടികളുടെ ശബ്ദം വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ സൂചിപ്പിക്കണം. ആ സമയത്ത് ഇനിയും അവരോട് ശബ്ദം കുറയ്ക്കാൻ പറയാം. ഹിഫ്ള് ചെയ്യുന്ന കുട്ടികൾ അവിടെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടാവാം. മറ്റൊരു കാര്യം, നിങ്ങളുടെ രൂപീകരിക്കപ്പെട്ട ഗ്രൂപ്പുകളുടെ പേരുകളോ ഗ്രൂപ്പുകളിലെ അംഗങ്ങളുടെ പേരുകളോ ഈ സാധു മാഷിന് അറിയില്ല. അതുകൊണ്ട് പിന്നെ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഗ്രൂപ്പിന്റെ പേര് വിളിച്ച് ഇന്ന ഇത്താത്ത, ഇന്ന ഇക്ക, ഇന്ന ആള് എന്ന് പറയാൻ ചെറിയ പ്രയാസം ഉണ്ടാവും. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സ്ക്രീനിൽ നമ്മൾ കാണുന്നത് അൽ ഹംസ എന്നാണ്, അഥവാ ഈ അക്ഷരം. അ ഇ ഉ എന്ന ശബ്ദം ഉള്ള ഈ അക്ഷരം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു രണ്ട് തരത്തിലുണ്ട് എന്ന്. ഒന്ന് ഹംസത്തുൽ വസ്ൽ എന്നും മറ്റൊന്ന് ഹംസത്തുൽ ഖത്അ എന്നും അറിയപ്പെടുന്നു. ഹംസത്തുൽ വസ്ൽ അല്ലാത്ത ഹംസ ഹംസത്തുൽ ഖത്അ ആണ് എന്ന് ഓർത്തു വെച്ചാൽ മതി. രണ്ടിനെ കുറിച്ചും വിശദമായി ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്: ഹംസത്താ അൽ വസ്ലി വൽ ഖത്ഇ. വസ്ലിന്റെയും ഖത്ഇന്റെയും രണ്ട് ഹംസകൾ. ഹംസത്തുൽ വസ്ല് എന്നാൽ നബ്ദഉ ബിഹാ, അതേപോലെ തസ്ഖുതു വസ്ലൻ എന്നതാണ് എന്ന് പറഞ്ഞു. അതായത് തുൻതഖു ബദ്അൻ, തുടക്കത്തിലാകുമ്പോൾ ഉച്ചാരണമുണ്ടാകും. എന്നാൽ തസ്ഖുതു ഇൻദൽ വസ്ലി, വസ്ലിന്റെ സമയത്ത് കൊഴിഞ്ഞു പോകും, ഇല്ലാതെയാകും. ഹംസത്തുൽ ഖത്അ നേരെ തിരിച്ചാണ്. ഹിയല്ലത്തി തുൻതഖു, അത് നുത്ഖിൽ ഉണ്ടാവും, അതായത് പ്രൊനൗൺസ് ചെയ്യും, ഉച്ചരിക്കും എപ്പോഴും. ഹംസത്തുൽ വസ്ൽ തുടങ്ങുന്ന വാക്കാണെങ്കിലും, ഹംസത്തുൽ വസ്ൽ അല്ല, ഹംസ തുടങ്ങുന്ന വാക്കാണ്. തുടക്കത്തിൽ തന്നെ ഹംസ ഉണ്ടാകും. അത് എഴുതാം, തുർസമു, എഴുതാം, എഴുതപ്പെടും, വരയ്ക്കപ്പെടും ഹംസ. എന്നാൽ വസ്ലിന്റെ ഹംസ എഴുതാൻ പാടില്ല. അഹ്മദ് എന്നതിൽ അ എന്ന് കേൾക്കുന്നുണ്ട്, മാത്രമല്ല ആ എന്ന് കാണുന്നുണ്ട്. അലിഫിന് മുകളിൽ ഹംസ കാണുന്നുണ്ട്. ഇബ്രാഹിം എന്നതിൽ ഇ എന്ന് കേൾക്കുന്നുണ്ട്, മാത്രമല്ല അലിഫിന് ചുവടെ ഇ എന്ന് ഹംസ എഴുതിയിട്ടുണ്ട്. അമറ എന്ന സ്ഥലത്ത് അ എന്ന് കേൾക്കുന്നു, എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോൾ വന്ന അസ്സമായി എന്ന വാക്കിൽ അസ്സമായി രണ്ട് ഹംസ ഉണ്ട്. ഒന്ന് അവസാനത്തിൽ ഈ എന്നൊരു ഹംസ ഉണ്ട്, മറ്റൊന്ന് ആദ്യത്തില് അ എന്നൊരു ഹംസ ഉണ്ട്. അവസാനത്തിൽ കാണുന്ന ഹംസ ഹംസത്തുൽ ഖത്അ ആണ്. ഖണ്ഡിതമായും എഴുതപ്പെടാം, ഉച്ചരിക്കാം. എന്നാൽ ഹംസത്തുൽ വസ്ല് ആദ്യം കാണുന്ന അലിഫിന് മുകളിൽ ഒരു സ്വാദിന്റെ അടയാളം മാത്രം കൊടുത്തു.
ഹംസ എഴുതിയില്ല. അടയാളം നമുക്ക് കൊടുക്കാതിരിക്കട്ടോ, അത് വിഷയമല്ല. ഖുർആനിൽ ഇങ്ങനെ ഒരു അടയാളം ഉണ്ടാവും, ഇങ്ങനെ ഒരു അടയാളം ഉണ്ടാവും. അപ്പൊ അത് അ എന്നാണ് നബ്ദഉ, അതായത് തുൻതഖ് ബദ്അൻ, തുടക്കത്തിൽ അ എന്നുണ്ടാകും. അസ്സമാ. അപ്പൊ നമ്മൾ ചോദിക്കും തസ്ഖുതു വസ്ലൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? അസ്സമാഇയുടെ മുമ്പിൽ ഒരു വാ ചേർത്ത് വായിച്ചു നോക്കൂ. വ അസ്സമാഇ എന്ന് വായിക്കാറില്ല, വസ്സമാഇ എന്ന് വായിക്കുക. വസ്സ. അസ്സ എന്നതിന്റെ മുമ്പിൽ വാ ചേർത്തപ്പോ വസ്സ എന്നായി. ഹംസത്ത് വസ്ല് കൊഴിഞ്ഞുപോയി. തസ്ഖുതു വസ്ലൻ, വസ്ല് കാരണമായി. എന്നാൽ ഇയ്യാക എന്ന പദത്തിലെ ഹംസ ഹംസത്തുൽ ഖത്അആണ്. ഇ എന്ന് ഹംസ എഴുതാം. യെസ്. ഹംസത്തുൽ വസ്ലിന്റെ പ്രത്യേകത ലാ തുക്തബു അബദൻ, അതെന്ത് ചെയ്യൂല? എഴുതൂല. ലാ തുക്തബു അബദൻ, ഒരിക്കലും അത് എഴുതാൻ പാടില്ല. അലിഫിന് മുകളിലോ താഴെയോ ഒന്നും ആയിട്ട് ഹംസ എഴുതാൻ പാടില്ല. ഹംസത്തു വസ്ലിന്റെ പ്രത്യേകത അതാണ്. ലാ തുക്തബു അബദൻ. പഠിച്ചതാണ്, ഞാനൊന്ന് റിവൈൻഡ് ചെയ്യാൻ മാത്രം. എന്നാൽ തുൻതഖു ബദ്അൻ തസ്ഖുതു വസ്ലൻ, അതാണ് അതിന്റെ പ്രത്യേകത എന്നും പറഞ്ഞു. അലാമത്ത് പറഞ്ഞു നമ്മൾ അതിന്റെ, ഇങ്ങനെ ഉണ്ടാവുക. ഹംസത്തുൽ വസ്ല് ഖുർആനിൽ തിരിച്ചറിയാനുള്ള ഒരു എളുപ്പവഴി, തിരിച്ചറിയാനുള്ള വഴി, അലിഫിന് മുകളിൽ ഇങ്ങനെ ഒരു അടയാളമാണ്. അപ്പൊ അവിടെ ഹംസ ഉണ്ട് എന്ന് മനസ്സിലാക്കണം, എഴുതാഞ്ഞിട്ടാണ്. വസ്ല് എന്ന് എഴുതുന്നതിന്റെ നടുവിലെ അക്ഷരമായ സ്വാദാണ് ഹംസത്തുൽ വസ്ലിന്റെ സിമ്പലായിട്ട് കൊടുക്കുന്നത്. കണ്ടോ? വസ്ല്, അതിന്റെ നടുക്കുള്ള അക്ഷരമാണ് സ്വാദ്, അല്ലേ? യെസ്. അപ്പൊ ഹംസത്തുൽ വസ്ലിനെ കുറിച്ച് നമ്മൾ പറയുന്ന തഹജ്ജി ഇങ്ങനെയാണ്. ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ നബ്ദഉ ബിഹാ. ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ നബ്ദഉ ബിഹാഇ. ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ നബ്ദഉ ബിഹാഉ. ഞാൻ 2-3 ക്ലാസ് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിനിപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞപ്പോ മനസ്സിലായി. എങ്ങനെ? 2-3 ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ റിവൈൻഡ് ചെയ്യുമ്പോ പിന്നെ ഇതങ്ങ് അത് അങ്ങനത്തോർക്ക് ചെറിയ തോതിലെങ്കിലും മനസ്സിലാവാമല്ലോ. മനസ്സിലാകണ്ടേ? അല്ല, മുഴുവനും നമ്മളിപ്പോ പറയൂല കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ മുഴുവൻ കാര്യവും പറയൂല. ഇതതിന്റെ ഒരു ബേസിക് ആയതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ വിട്ടത് മാത്രം പിന്നെ എടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. ഇനി അൻവാഉ ഹംസത്തുൽ വസ്ല്. ഹംസത്തുൽ വസ്ല് നമുക്ക് എങ്ങനെ മനസ്സിലാവും? നിസ്കരിച്ചോളൂ. നമുക്ക് ഹംസത്തുൽ വസ്ല് എങ്ങനെ മനസ്സിലാവും? എങ്ങനെ മനസ്സിലാവുക ഒന്ന് പറയൂ ആരെങ്കിലും ഒന്ന്. എങ്ങനെയാ ഹംസത്തുൽ വസ്ല് മനസ്സിലാവുക? ആർക്കും പറയാം? വരും. ഹംസത്ത് വസ്ലിന്റെ അലിഫിന്റെ മുകളില് ഹംസ കാണൂല. ഹംസ കാണൂല. അവിടെ സ്വാദിന്റെ ഒരു തലയായിരിക്കും. സ്വാദിന്റെ ഒരു, നമുക്ക് മനസ്സിലാക്കാം അത് ഹംസത്ത് വസ്ലാണ്. ഓക്കെ ഓക്കെ ഓക്കെ, നല്ല ഉത്തരാണ്. പക്ഷെ ഞാനത് തള്ളി. അതെന്താന്ന് ചോദിക്കും. അതെന്താ തള്ളിയതെന്ന് ചോദിക്കും. ചോദിക്കുന്നില്ല. അതെന്താ തള്ളിയത്? അത് കണ്ണ് കാണുന്ന ഒരാള് നോക്കി ഓതുമ്പോ മനസ്സിലാകാനുള്ള ഒരു വഴിയല്ലേ? അല്ലാതെ എങ്ങനെ മനസ്സിലാക്കാം? അവിടെയാണ് TTQ പഠിതാക്കൾ
ഈ പറയാൻ പോകുന്ന ടോപ്പിക്, അതായത് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഈ ടോപ്പിക് നന്നായി ശ്രദ്ധിക്കണം. ഹംസത്തുൽ വസ്ല് ആണെങ്കിൽ ഹംസ എഴുതൂല, അല്ലെങ്കിൽ ഹംസ എഴുതാം. അപ്പൊ ആണോ അല്ലേന്ന് എങ്ങനെ മനസ്സിലാവും? നമ്മൾ എഴുതിയത് നോക്കിയിട്ട് ഹംസത്തുൽ വസ്ലാണോ അല്ലേന്ന് തീരുമാനിക്കാതെ, നമ്മളോട് ഒരു വാക്ക് എഴുതാൻ പറയുമ്പോൾ അതിൽ ഹംസയുണ്ടെങ്കിൽ അത് എഴുതാൻ പറ്റുന്ന ഹംസയാണോ പറ്റാത്ത ഹംസയാണോ, അഥവാ ഹംസത്തുൽ വസ്ലാണോ ഹംസത്തുൽ ഖത്അ ആണോ എന്നെങ്ങനെ മനസ്സിലാവും? അവിടെയാണ് വിഷയം. ലാമത്താരിഫാണെങ്കിൽ ഹംസത്ത് വസ്ലും ആയിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് നമ്മളെ ഏറ്റവും നല്ല മറുപടി. ലാമു താരീഫ് ആണെങ്കിൽ അതിന്റെ ആദ്യാക്ഷരമായ ഹംസ ഹംസത്തുൽ വസ്ലാണ്, എഴുതരുത്. അലിഫ് മാത്രമേ ഇടാൻ പാടുള്ളൂ. അൽ എന്ന് എഴുതുമ്പോൾ അലിഫും ലാമും മാത്രമേ ഇടാൻ പാടുള്ളൂ. അലിഫിന് മുകളിൽ ഹംസ ഇടരുത്, ഹംസത്തുൽ വസ്ലാണ്. ഹംസത്തു ലാമി താരീഫ് ഹംസത്തുൽ വസ്ൽ. ലാമു താരീഫിന്റെ ഹംസ ഹംസത്തുൽ വസ്ലാണ്, അഥവാ അൽ എന്നതിലെ ഹംസ ഹംസത്തുൽ വസ്ലാണ്. ഗുഡ്. അതാണ് ഇവിടെ ഈ പറഞ്ഞ സംഗതി. ലാമു താരീഫ് ഹംസത്തുഹ ഹംസത്തുൽ വസ്ൽ. അതേപോലെ മറ്റൊന്നാണ് അശ്റത്തു അസ്മാ, ഹംസത്തുഹ ഹംസത്തുൽ വസ്ൽ. എന്താ പറഞ്ഞത്? 10 നാമങ്ങൾ അല്ലെ? ഏതോ സ്പെസിഫിക് ആയ 10 നൗണുകളുണ്ട്, നാമപദങ്ങൾ. അവയുടെ ഹംസ, അതായത് ആദ്യത്തിലുള്ള ഹംസ ഹംസത്തുൽ വസ്ലാണ്, എഴുതാൻ പാടില്ല. തുടക്കത്തിൽ നബ്ദഉ ബിഹ, നമുക്ക് തുടക്കത്തിലാണെങ്കിൽ ഉച്ചരിക്കാം, അല്ലെങ്കിൽ തസ്ഖുതു വസ്ലൻ, വസ്ൽ ചെയ്യുമ്പോൾ കൊഴിഞ്ഞു പോകും. 10 നാമങ്ങളുടെ ഇത് പറഞ്ഞതല്ലേ? ഏതൊക്കെയാ 10 നാമങ്ങൾ? ഇസ്മ, ഇസ്ത്, ഇസ്മ, ഇത്ത്, ഇബ്നാനി, ഇബ്നതാനി, ഇബ്നെ, ഇബ്ന്, ഇബ്നത്ത്, ഐമുള്ള, ഇംറു, ഇംറഅത്ത്, ഐമുള്ള, ഐമനുള്ള, ഐമുള്ള, ഐമനുള്ള, ഐമുള്ള, ഐമനുള്ള, ഐമനു എന്നല്ല, ഐമനു എന്നുള്ളത് അല്ലാത്ത ഹംസയാണ്, ഐമുനു എന്നാണ്. ഐമുനു. ഓക്കെ. അതാ ഞാൻ അങ്ങനെ പിന്നെ ചോദിക്കണം. ചോദിച്ചപ്പോ തോന്നില്ല തെറ്റാണ് പറഞ്ഞത്. ഐമുള്ള, ഐമുനുള്ള, മൂന്നാണ്. മീമിന് ബൊമ്മാണ് കേട്ടാ, എല്ലാരും ശ്രദ്ധിക്കണം. ഓക്കെ, 10 ഈ 10 ഇപ്പൊ നമ്മള് ഇസ്മി നൗഷാദ് എന്ന് എഴുതുമ്പോ ഇസ്മ എന്ന അലിഫിന് മുകളിൽ അല്ലെങ്കിൽ താഴെ ഹംസ എഴുതാൻ പറ്റുമോ ഇല്ലയോ? ഇല്ല. എന്തേ കാരണം? ഹംസത്ത് വസ്ലാണ്. പലരും ഇപ്പോഴും ചില പുസ്തകങ്ങളിൽ പോലും കാണാം, ചിലരൊക്കെ എഴുതി പോകുമ്പോ അല്ലെ ടെക്സ്റ്റ് ചെയ്യുമ്പോ ഇസ്മ എന്ന് എഴുതുമ്പോ ഈ എഴുതും. ഇപ്പൊ നമ്മുടെ സ്ക്രീനിൽ നോക്കുമ്പോള് അശ്റത്തു അസ്മാ എന്ന് എഴുതിയപ്പോ ആ എന്നുള്ളടത്ത് ഹംസ എഴുതിയിട്ടുണ്ടല്ലോ. അസ്മാ എന്ന് പറഞ്ഞ പേരുകൾ എന്നല്ലേ? അന്തങ്ങളാരും ചോദിക്കാത്തെ? എന്താ ചോദിക്കാത്തത്? പെടൂല്ലേ? 10 പേരുകളിൽ പെടാത്തോണ്ട് അസ്മാ. അതെ, അസ്മാ എന്നത് 10 പേരിൽ പെട്ടിട്ടില്ല. അസ്മാന്റെ മുഫ്രദ് ഏകവചനമായ ഇസ്മേ 10 പേര് പെട്ടിട്ടുള്ളൂ. എന്താ ചിലരെന്തുകൊണ്ടാന്നറിയാം 10 പേരിൽ പെട്ടത് തന്നെയാണ് ഇത് എന്നാ വിചാരിക്കുക. ഇസ്മിന്റെ ജം ആണല്ലോ അസ്മാ, അതുകൊണ്ട് അങ്ങനെ കരുതും, തെറ്റിദ്ധരിക്കും. ഓക്കെ, ബഹുവചനമാകുമ്പോൾ ആ എഴുതാം കേട്ടോ. ശരി ശരി ശരി. അപ്പോ പിന്നെ ലാമു താരീഫിന്റെ പറഞ്ഞു. ലാമു താരീഫ് 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മള്
പറയുമ്പോൾ ഒന്ന് വിശദീകരിക്കാം ഇൻഷാ അല്ലാ. പിന്നെ വേറെ ഒന്ന് നമ്മൾ ഇന്നാള് പഠിച്ചു, അതെനിക്കൊന്ന് ഞാൻ തന്നെ വന്ന് പറഞ്ഞിരുന്നു. അമ്രു സുലാസി, മൂന്നക്ഷരമുള്ള വാക്കിന്റെ കൽപ്പനക്രിയയിലെ ഹംസ ഹംസത്തുൽ വസ്ലാണ്. ലാ തുക്തബു അബദൻ, ഒരിക്കലും എഴുതാൻ പാടില്ല. ഇപ്പൊ സജദ എന്ന വാക്ക്, റേഞ്ച് പോകുന്നുണ്ട്, കേൾക്കുന്നില്ല. എന്റെ റേഞ്ച് പോകാൻ സാധ്യത ഇല്ലല്ലോ, വൈഫൈയിലാണല്ലോ. കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ആ അഷറത്ത് അസ്മാവിലെ ആ ഒരു സംശയമുള്ളത്, ആ ഇമ്രു എന്നുള്ളതേ, ആ അത് മൂന്നാമത്തെ അക്ഷരത്തിന് ലമ്മാണല്ലോ, പിന്നെ അത് ഈന്ന് വായിക്കാൻ പറ്റുമോ എന്നുള്ള. ഇമ്രു എന്നാണ്. നല്ല ചോദ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്മിന് ഈ ആയത് എങ്ങനെയെന്നാ പറയാ? എന്താ ഇമ്രുവില് മാത്രം സംശയം? അല്ല, ഈ മൂന്നാമത്തെ അക്ഷരത്തിന് ലമ്മാണെങ്കിലേ ആ ഹംസക്ക് ലമ്മോ. ഇത് ഞാൻ സമ്മതിച്ചത്. അതിന് ഇസ്മിന്റെ എന്താ ചോദിക്കാത്ത? ഇസ്മു എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയല്ലേ. ഇസ്മു എന്നാണെങ്കിലും ഉസ്മു എന്ന് പറയണ്ടേ? എന്നാല് ഇമ്രുമ്പൽ മാത്രം പിടിച്ച്. ആ അപ്പോ മൂന്നാമത്തെ ഈ ഹംസത്തുൽ വസ്ല് നബ്ദഉ ബിഹ ഈ ആണോ ആ ആണോ ഉ ആണോ എന്ന് തീരുമാനിക്കുന്നിടത്ത് ഒരു കാര്യം ബേസിക്കലി ഓർത്തു വെക്കണം. ഈ അമ്രു സുലാസി, അതുപോലെ ഹുമാസി സുദാസി ഇന്ന് പഠിക്കാൻ പോകുന്നു ഇൻഷാ അല്ലാ. അവിടെയൊക്കെ മാത്രമേ എന്ത് നോക്കേണ്ടതുള്ളൂ? ഫിഅലുകളുടേതിൽ മാത്രമേ ഈ ആണോ ഉ ആണോ എന്ന് വ്യത്യാസം വരുള്ളൂ. ഈ ഉ കേട്ടോ, ഈ വ്യത്യാസം വരുന്നത് ഫിഅലുകളിൽ മാത്രമാണ്. ഇസ്മുകളുടെ 10 എണ്ണത്തിൽ ഇസ്മ എന്ന് പറഞ്ഞ സാധനം തന്നെ അത് മബിനിയാണ്, അല്ലെങ്കിൽ അത് പിന്നെ എങ്ങനെയാണോ? അപ്പൊ മുഹമ്മദ് എന്ന് ഒരാള് പേര് പറഞ്ഞാല്, നമ്മളിപ്പോ അഡ്മിഷൻ ഫോമിൽ എഴുതാൻ വേണ്ടി ഞാനിങ്ങനെ നിങ്ങളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ പേരെന്താന്ന് ചോദിച്ചു ഞാൻ. അപ്പൊ നിങ്ങൾ പറഞ്ഞു മുഹമ്മദ്. അപ്പൊ ഞാൻ വേഗം പോയിട്ട് MUHAMMED എന്ന് എഴുതുമ്പോ നിങ്ങൾ പറഞ്ഞു സർ ED അല്ല AD ആണ്. അപ്പൊ എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങൾ മുഹമ്മദ് എന്ന് ഫസ്റ്റ് ടൈം എഴുതിയത് മുഹമ്മദ് AD ആണ്, എങ്കിൽ മുഹമ്മദ് AD തന്നെയാണ്. ചിലര് മുഹമ്മദ് MOH എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതാണ് മുഹമ്മദ്. അപ്പൊ അതിൽ മാറ്റം വരാം. ഇതുപോലെയാണ് പേരുകളുടെ ഒക്കെ, അതങ്ങനെ തന്നെയാണ്. ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം തന്നെയാണ്, അതൊരിക്കലും ഉബ്രാഹിമോ അബ്രാഹിമോ ആവില്ല. ഇതേപോലെ ഇസ്മ എന്ന പദം ജന്മന ഇ എന്ന് കെസറിലാണ്. നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കുന്ന ഒരു കുറുക്കുവഴിയുണ്ട്. ഈ 10 നാമങ്ങളിൽ 8 എണ്ണവും നബ്ദൗ ബിഹ ഇ ആണ്. ഇസ്മ, ഇസ്ത്, ഇസ്നാൻ, ഇസ്നതാൻ, ഇമ്രു, ഇമ്രഅ, അതിന് മുമ്പ് ഇബ്ന്, ഇബ്നത്ത്, ഇതൊക്കെ ഈ നബ്ദൗ ബിഹ ഇ. പക്ഷെ അവസാനത്തെ 2 എണ്ണം ഐമുല്ല, ഐമൂനുള്ള, അത് ഐമുല്ല എന്നാണ് ബേസിക്. അങ്ങനെ തന്നെയാണ് ഇൻബോൺ, ജന്മന അങ്ങനെയാണ് ഐമുല്ല. പക്ഷെ ഒരു സമാധാനം ഉണ്ട്, ഐമുല്ല ഇസ്തും ഖുർആനിൽ വന്നില്ല. അതുകൊണ്ട് നമുക്ക് 10 നാമങ്ങളുടെയും ഹംസത്ത് വസ്ല് തഹജ്ജ് ചെയ്യാൻ ഖുർആനിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ കണ്ണും കൂട്ടി നബ്ദൗ ബിഹ എന്ന് പറയാം. കേട്ടോ? ഓക്കെ, നല്ല ചോദ്യം. അൽഹംദുലില്ലാ. അപ്പൊ അമ്രു സുലാസി കേട്ടോ, അമ്രു സുലാസി ഫേലുകളിൽ മാത്രമാണ് മൂന്നാമത്തെ അക്ഷരം നോക്കിയിട്ട് ഹംസത്തുൽ വസ്ല് ഇ ഉ എന്ന് തീരുമാനിക്കുന്നത്. ആന്ന് വരൂല ഫേലുകളിൽ. ഇ എന്നോ ഉ എന്നോ വരുള്ളൂ കേട്ടോ. അപ്പൊ അത് നമ്മൾ പറഞ്ഞു അല്ലെ. ഉസ്ജുദ് എന്നാണ്, ഇഖ്റ എന്നാണ്, ഇജ്ലിസ് ആണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒന്നുള്ളത് ഇതാണ് ഹംസത്തുൽ ഹുമാസി എന്ന് പറയാൻ പോണത് കേട്ടോ. അന്നേരം കൃത്യമായി പറയാം. ഹംസ എന്ന് പറഞ്ഞാൽ 5 അല്ലേ? ഹംസ് 5. അപ്പൊ 5 അക്ഷരമുള്ള വാക്ക് എന്നുള്ളതിന് ഹുമാസി എന്ന് പറയും. സലാസ, സാലിസ് എന്നൊക്കെ പറഞ്ഞാൽ 3, സുലാസി 3 അക്ഷരമുള്ള വാക്ക്, ഹംസ 5, ഹുമാസി 5 ഉള്ള വാക്ക്, സാദിസ് 6, സുദാസി 6 ഉള്ള വാക്ക്, 6 അക്ഷരമുള്ള വാക്ക്. അതിന്റെ ഹംസയും ഹംസത്തു വസ്ലായിരിക്കും. നമുക്ക് വിശദമായി ഒന്നും കൂടെ പറയാം. ഹംസത്തുൽ വസ്ല് 3
മേഖലകളിലും ഉണ്ടാവും. ഒന്ന് ഫിഅലുകളിൽ ഉണ്ടാവും, ഇസ്മുകളിൽ ഉണ്ടാവും, ഹർഫുകളിലും ഉണ്ടാവും. ഇതാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ടാകുക. ഇസ്മുകളിലുള്ളത് 10 നാമങ്ങൾ എന്ന് പറഞ്ഞതാണ്. ഹർഫിലുള്ളത് പറഞ്ഞാൽ ലാമു താരിഫ് എന്നല്ല. അൽ എന്നുള്ളത് ഒരു കൺജങ്ഷനാണ്. ഹർഫ് മീൻസ് കൺജങ്ഷൻ അല്ലെങ്കിൽ ലെറ്റർ. അൽ എന്ന അവ്യയം, അതിൽ മാത്രമേ ഹംസത്ത് വസ്ലുള്ളൂ. വേറെയും കുറെ അവ്യയങ്ങൾ ഉണ്ടല്ലോ അറബിയില്. മിൻ ഉണ്ട്, അൻ എന്നുണ്ട്, ആൻ എന്നുണ്ട്, ഇലാന്നുണ്ട്, അലാന്നുണ്ട്. ഇവിടെ ഒന്നും ഹംസത്ത് വസ്ലില്ല. ഹംസത്ത് വസ്ലുള്ള ഒരേ ഒരു കൺജങ്ഷനേ ഉള്ളൂ അറബിയിൽ, അത് അല്ലാണ്. അൽ, അതായത് ഇംഗ്ലീഷിൽ ദ എന്നൊക്കെ പറയുന്ന കണക്റ്റിംഗ് ലെറ്റർ കൺജങ്ഷൻ അൽ, അതാണ് ഹർഫ് എന്നുള്ളത്. പിന്നെ ഫീലുകൾ ഉള്ളതാണ് നമ്മൾ പറഞ്ഞ അമ്രു സുലാസിന്റെ ഹംസത്ത് വസ്ല്, അതുപോലെ ഹുമാസി, സുദാസി, ഇതൊക്കെ ഫീലുകളാണ്. യെസ്, ഇതും നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയത്. അഷ്റത്തു അസ്മാ ഈ കാണുന്ന ആളുകളൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്, ഞാൻ വെറുതെ കാണിക്കുന്നതാണ്. ലാമു താരീഫ് 2 വിധം. 1, 2 രണ്ടും എഴുതി കാണിച്ചിട്ടുണ്ട്. എന്താ വ്യത്യാസം പറയൂ? ആർക്കും പറയാം, എല്ലാരും ലാമിന് സുക്കൂനുണ്ട്, ലാമിന് സുക്കൂനില്ല. ഒന്നിന് ഒരു പിന്നെ ലാമു താരീഫില് ലാമിന് മറ്റൊന്നില് ലാമിന് സുക്കൂനില്ല. സുക്കൂനുള്ള ലാമ് നമ്മൾ വായിക്കുമ്പോൾ വെളിവാകണം, അൽ എന്ന് കേൾക്കണം. സുക്കൂൻ ഇല്ലാത്ത ലാമ് പിന്നെ കേൾക്കൂല, അത് അടുത്ത അക്ഷരത്തിലേക്ക് മെർജായി പോവും, ലയിച്ചു പോവും. ഇപ്പൊ റഹ്മാൻ എന്നുള്ളതിന്റെ മുമ്പിൽ, റഹ്മാൻ എന്ന വാക്കിന് മുമ്പിൽ അൽ ചേർത്താൽ എന്താ വായിക്കുക? അർ-റഹ്മാൻ. അതെ, അർ-റഹ്മാൻ. അൽറ എന്ന് പറയില്ല, അൽറ പറയില്ല, അർറ. അപ്പൊ ലാമ എവിടെ പോയി? മുദ്ഗമ, ഇദ്ഗമായി പോയി. ലാം ശംസിയ്യ മുദ്ഗമ എന്ന് അതിന് പറയും. ഇന്ന് അതേ പഠിക്കാനുള്ളൂ. സിമ്പിൾ. ലാമുൽ ഖമറിയ്യ, ലാമു ശംസിയ്യ. ഇങ്ങനെ 2 ലാമുകളെയാണ് ലാമു താരീഫ് എന്ന മേഖലയിൽ പഠിക്കാനുള്ളത്. ലാമുൽ ഖമറിയ്യ, ലാമുൽ ശംസിയ്യ, രണ്ടും ഏത് ലാമാണ്? അതെ, ലാമു താരീഫ്. ലാമു താരീഫിന് ലാമുൽ മാരിഫ എന്നും പറയും കേട്ടോ, മാരിഫ എന്നും പറയും. അതായത് ഇത് എന്തിനാ ഉപയോഗിക്കണ? ഈ ലാമു താരീഫ് എന്തിനാ ഉപയോഗിക്കുക അറബിയില്? ഒരു കൂട്ടിച്ചേർക്കാൻ, അവ്യയം. അതൊക്കെ കൂട്ടിച്ചേർക്കണ തന്നെയാണ്. പറയാൻ വേണ്ടിട്ട് സൂചിപ്പിക്കാൻ. എങ്ങനെ? കിതാബ് ആണെങ്കിൽ അൽ കിതാബ് എന്ന് പറയാൻ വേണ്ടി. ഇംഗ്ലീഷിലെ ഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ സ്ഥാനത്താണ് ഉപയോഗിക്കുന്നത്. ഒന്നിനെ മാത്രമായി പറയാം. ഇന്നാൽ ഇന്നത് എന്ന് പറയും കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അർ-റജുൽ എന്ന് പറഞ്ഞാൽ ആ ആള്, അത് ഏതോ ഒരാളെ പറഞ്ഞു. കിതാബുകൾ കുറെ ഉണ്ട്. അൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പുസ്തകത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അൽ കിതാബ്, മനസ്സിലായോ? ദാലിക കിതാബുൻ എന്നല്ല, ദാലികൽ കിതാബു, അൽ കിതാബു. ഹംദ് എന്ന് പറഞ്ഞ സ്തുതിയാ. അൽ ഹംദു എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഒരു സ്തുതിയാണ്, അതായത് സർവസ്തുതിയും എന്ന സ്തുതിയാണ് അൽ ഹംദു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ലാമു താരീഫ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് മനസ്സിലായി. ലാമു താരീഫ് 2 വിധം ഉണ്ട് എന്നും മനസ്സിലായി.
ലാം ഖമറിയ, ലാം ശംസിയ, അല്ലെങ്കിൽ ലാമുൽ ഖമറിയതി, ലാമു ശംസിയതി. ഓക്കെ, നമ്മളിതാ നോക്കൂ. അൽ ബർഖു, അൽ അർദി, അൽ ഗാശിയതി, അൽ ഹംദു, അൽ ജിബാലി, അൽ കിതാബു, അൽ വിൽദാന, അൽ ഖൈരി. ഇവിടെയൊക്കെ ലാമ് വെളിവായിട്ടുണ്ട്. അപ്പൊ ആ ലാമിന്റെ പേരെന്തായിരിക്കും? Yes. എങ്ങനെയാണ് അൽ ജിബാലി എന്നത് തഹജ്ജി ചെയ്യുക? همزة وصل تسقط وصل نبدأ بها لام قمرية الجيم كسرة جي الجي با فتحة ألف مد طبيعي حركتان با الجبا لام كسرة لي الجبالي. ഓക്കെ, ഗുഡ്, ബാറക്കല്ലാഹ്. അതിൽ നമുക്കൊരു കാര്യം കൂടെ ആഡ് ചെയ്യാമായിരുന്നല്ലോ. മറ്റൊരാൾ പറയൂ. ആ, യെസ്, എല്ലാം ശരിയാണ്, പറഞ്ഞതൊക്കെ ശരിയാണ്. മുളഹറ പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളെ ക്ലാസിന്റെ ഒരു പ്രത്യേകത എന്നത് നിനക്ക് മാത്രം എന്തും കൂടെ പറയാം, ഇൽഹാർ ചെയ്യപ്പെടും. എന്താ മുൾഹറ എന്ന വാക്കിന്റെ അർത്ഥം? വെളിവാക്കപ്പെട്ടത്, അല്ലെ? ലാം ഖമരിയ മുൾഹറ എന്ന് പറയും. അൽ ജിബാലി, അൽ കിതാബു, അൽ അർദി. ഈ ലാം ഖമരിയ വെളിവായില്ലെങ്കിൽ എന്താ പ്രശ്നം വരിക? നമ്മളിപ്പോ തഹജ്ജ് ചെയ്യാൻ വേണ്ടി ഒന്നല്ലല്ലോ തഹജ്ജീദ് പഠിക്കണത്, ഖുർആൻ വായിക്കുമ്പോഴല്ലേ. അൽ ജിബാൽ എന്നുള്ളിടത്ത് ലാം ഖമരിയ സ്വാഭാവികമായും വെളിവാകൂലേ? അൽ ജിബാൽ എന്ന് വായിക്കൂലേ? തെറ്റാൻ സാധ്യത ഉണ്ടോ? ഇല്ല. അൽ കിതാബ് അക്കിതാബ് ആവാനും സാധ്യതയല്ല. അൽ വിൽദാനും തെറ്റാൻ സാധ്യത, അൽ ഖൈറും തെറ്റാൻ സാധ്യതയില്ല. ഇതിൽ ഒരു വാക്ക് തെറ്റാൻ സാധ്യതയുണ്ട്, രണ്ടെണ്ണം. അൽ അർളി, അൽ അർദി തെറ്റും. അതുപോലെ ചെറിയ തെറ്റാൻ സാധ്യത ഉള്ളതാണ് അൽ ഗാശിയ. അൽ അർദ് എന്നുള്ളത് നോക്കൂ. ഖലഖസ് സമാവാതി വൽ അർദ എന്ന് ഓതാൻ, അല്ലെങ്കിൽ ഫിസ് സമാവാതി വൽ അർദി എന്ന് പറയുമ്പോൾ വൽ എന്ന് ലാമും വെളിവാകണം, ഹംസയും വെളിവാകണം. ലാമ് വെളിവായില്ലെങ്കിൽ ഹംസ വെളിവാകൂല എന്ന് മാത്രമല്ല, ഹംസ ഉണ്ടാവുന്നില്ല. ഫിൽ അർദി എന്ന് പറയും ചിലത്. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി. ഫില്ലർ, ഫില്ലർ, ഫി കഴിഞ്ഞിട്ട് ശ്രദ്ധയുള്ള ലാമ പറയണം. ഫില്ലർ അങ്ങനെ പറ്റൂല. ലാം ഖമരിയ മുൾഹറ എന്ന് പറയണം എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ നോക്കൂ, ഹംസത്തുൽ ഖത്ഇല് ഇയ്യാക്കയിലും അദിനയിലും ഒക്കെ നമുക്ക് അലിഫ് ഹംസ കസ്റ ഇ, അലിഫ് ഹംസ ഫത്ഹ അ, അലിഫ് ഹംസ ضمّ ഉ, ഇയ്യാക അദിന ഉഫിക. ഓക്കെ, ഇനി ലാം ഖമരിയയുടെ അലാമത്ത് ഖുർആനിൽ എന്താണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്? സുക്കൂൻ. ഹംസത്തുൽ വസ്ലിന്റെ അടയാളം അലിഫിന് മുകളിൽ സ്വാദിന്റെ കുഞ്ഞ്. ലാമുൽ ഖമരിയയുടെ അടയാളം ലാമിന് മുകളിൽ സുക്കൂൻ. ഇത് നോക്കി ഓതുന്നവർക്ക്, അടയാളം വേണ്ടവർക്ക്, എന്നാൽ നമ്മളോട് കാണാതെ ഡിക്റ്റേഷൻ അല്ലേ നമുക്ക് തരികയാണ്, എഴുതാൻ വേണ്ടി തരിക, കേട്ടെഴുത്ത. നമ്മളോട് പറഞ്ഞു അൽ അർദ് എന്ന് എഴുതണം. അപ്പൊ ലാമിന് മുകളിൽ സുക്കൂൻ ഇടണോ ഇടണ്ടേ എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? അൽ എന്ന് അയാൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ ലാമിന് സുക്കൂൻ ഇടാം, അല്ലേ? അല്ലാതെ നമ്മളോട് മലയാളം പറയുക ആ ഭൂമി എന്ന് എഴുതണം, ആ പേന എന്ന് എഴുതണം എന്ന് പറയുമ്പോ നമ്മൾ അറബിയിൽ എന്ത് എഴുതും? അൽ എന്ന ലാമിന് സുക്കൂൻ ഇടുവോ ഇടൂലേ? ഇടണം. സമാഇന് അൽ ചേർത്ത് എഴുതൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ എഴുതുക?
സുക്കൂനിടാതെ. സുക്കൂനിടാതെ. അതെ, നമ്മൾ അതിലേക്ക് പോവുകയാണ്. ഇത് കണ്ടോ, രണ്ട് ലാമുകളുടെയും ഓരോ വാക്കുകള്. ബർത്ത് എന്നതിനോട് ലാമു താരിഫ് ചേർത്തപ്പോൾ ലാം ഖമരിയ മുദ്ഹറ, എന്നാൽ സവാഴിക്ക് എന്ന ലാമിനോട് സ്വാദിനോട് ചേർത്തപ്പോ ലാം ശംസിയ മുദ്ഗമ. ഇങ്ങനെയാണ് രണ്ട് ലാമുകള്. ഒന്ന് ലാം സുക്കൂൻ കൊടുക്കും, മറ്റൊന്ന് ലാമിന് സുക്കൂൻ കൊടുക്കാതെ അടുത്ത അക്ഷരത്തിന് ശബ്ദ കൊടുക്കും. ഏതക്ഷരത്തിലേക്കാണോ ലയിക്കുന്നത് ആ അക്ഷരത്തിന് ശബ്ദ കൊടുക്കും. ലാം ഖമരിയയുടെ ഹുക്മി ഇൽഹാറ്, ലാം ഖമരിയ മുദ്ഹറ അൽ. നിങ്ങൾ പാട്ട് പഠിച്ചിരുന്നു. എന്താ പാട്ട്? എന്തായിരുന്നു പാട്ട്? ആർക്കും അറിയില്ല, ആരും കാണാൻ പഠിച്ചിട്ടില്ല. അതല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഇത് പിന്നെ സ്ക്രീനിൽ ഒന്ന് നോക്കൂ, കൃത്യമായി അതങ്ങ് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് കാണാതെ ഓർത്തു വെക്കാം. അറബിയിലെ 28 അക്ഷരങ്ങളെ നമുക്ക് വെക്കാം കേട്ടോ. 28 എന്ന് പറയാം. ശബ്ദമുള്ള അലിഫിനെ ആണ് മാറ്റി വെച്ചിട്ട് ഹംസയെ മാത്രം വെക്കുക. എന്നിട്ട് 28 എന്ന് കാണാം. 28 അക്ഷരങ്ങളെ 14 ആക്കുക. 14 അക്ഷരങ്ങൾ ഖമരിയായ അക്ഷരങ്ങളും ബാക്കി മറ്റു 14 അക്ഷരങ്ങൾ ശംസിയായ അക്ഷരങ്ങളും. അങ്ങനെയാണ് അതിൽ പഠിക്കുക അറബിയില്. നമ്മളെ എല്ലാ 2ാം ക്ലാസ് മുതലുള്ള പാഠപുസ്തകത്തിൽ അതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സ്കൂളിലും മദ്രസയിലും ഒന്നിലുണ്ടെന്ന്. അപ്പൊ ഖമരിയ, ഹുറൂഫുൽ ഖമരിയ, ഹുറൂഫു ശംസിയ. ഹുറൂഫുൽ ഖമരിയയുടെ കൂടെ വരുന്ന ലാമു താരീഫിന്റെ പേരും ലാമുൽ ഖമരിയ എന്നാണ്. ഹുറൂഫ് ശംസിയയുടെ കൂടെ വരുന്ന ലാമിന് ശംസിയായ ലാമു എന്ന് പേരും. അപ്പൊ നമുക്ക് സിമ്പിൾ ആണ്. ഹുറൂഫുൽ ഖമരിയയും ശംസിയയും രണ്ടായിട്ടാണ് പഠിച്ചാൽ മതി. ഹുറൂഫുൽ ഖമരിയ ഏതൊക്കെയാ? ഹംസുൻ ബ, ഗൈനുൻ ഹ, ജീമുൻ കഫ്, വാവുൻ ഖ, ഫാഉൻ ഐൻ, ഖാഫുൻ യ, മീമുൻ ഹ. 14. ഇബ്ഗി ഹജ്ജക വഖിഫ് അഖീമഹു. ഇനി അതിന്റെ വാചകത്തിന്റെ അർത്ഥങ്ങൾ പറഞ്ഞുതരാം. ലീലാമി അൽ ഹാലാനി ഖബ്ലൽ അഹ്റുഫി ഊലാഹുമാ ഇൽഹാറുഹാ ഫൽ തഅരിഫി قبل 4 مع 10 خذ علمه من ابغ حجك وخف عقيمه. ലിലാമി, ലാമിന് ഉണ്ട്. ലിലാമി, ലാമിന് ഉണ്ട്. ലി എന്ന് പറഞ്ഞാൽ ഇന്ന് ഉണ്ട്, ഇക്ക് ഉണ്ട് എന്നൊക്കെ അർത്ഥം. ഓട് എന്നൊക്കെ. ആർക്ക്? ലാമി, ലാമിന് ഉണ്ട്. ഏത് ലാമിന്? അൽ എന്ന ലാമിന്, അതായത് ലാമു താരീഫിന്. പദ്യത്തില് ലി ലാമി ലാമി താരീഫി എന്ന് പറയാം. ലി ലാമി താരീഫി ഹാലാനി എന്ന് പാടുമ്പോ വൃത്തം തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ലി ലാമി അൽ എന്ന് പറഞ്ഞത്. ഹാലാനി 2 അവസ്ഥകളുണ്ട്. എങ്ങനെ മനസ്സിലാവും? ഖബലുൽ ഹർഫി, അക്ഷരങ്ങൾക്ക് മുമ്പിൽ വരുമ്പോ. ഊലാഹുമ, അതിൽ 1ാമത്തെ ഹാല് ഇൽഹാറുഹ, അതിനെ വെളിവാക്കലാണ്. അതിനെ വെളിവാക്കലാണ്. ഫൽ താരിഫി, അങ്ങനെ അതിനെ മാരിഫയാക്കുക, അല്ലെങ്കിൽ നിനക്കത് നീ മനസ്സിലാക്കുക. എപ്പോഴൊക്കെ വരാന്ന് മനസ്സിലാക്കണം. ഫൽ താരിഫി, നീ അറിയണം. ഖബ്ല 4 മാ 10, 4ഉം 10, അതായത് 14 എണ്ണത്തിന്റെ മുമ്പിൽ വരുമ്പോ അത് ഇൽഹാർ ചെയ്യണം എന്ന് നീ അറിയ. ഖുദ് ഇൽമഹു,
ഖുദ് എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചോളൂ, പിടിക്കൂ, ഇൽമഹു അതിനെക്കുറിച്ചുള്ള ഇൽമ്. അതൊക്കെ കവിതയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ചില വാക്കുകൾ മാത്രം. ഖുദ് ഇൽമഹു, അത് പഠിക്കൂ. ഏതൊക്കെയാണ്? മിൻ, ഇന്നാൽ ഇന്നതൊക്കെയാണ്. ഞാൻ മിന്നുള്ളത് വേറെ കളർ എഴുതി, അക്ഷരങ്ങൾ മാത്രം ഞാൻ കളർ മാറ്റിയതാ, 14 അക്ഷരം മാത്രം. ഇബ്ഗി, ഹംസ ബാ ഗൈന്, ഹജ്ജക ഹാ ക ജീം കാഫ്, വഖിഫ് വാവ് ഖാ ഫാ, അഖീമഹു ഐന് ഖാഫ് യാ മീം ഹ. 14 അക്ഷരം ഉണ്ട് അല്ലേ? ലീലാമി അൽ ഹാലാനി ഖബ്ലൽ അഹ്റുഫി ഊലാഹുമാ ഇൽഹാറുഹാ ഫൽതഅരിഫി قبل 4 مع 10 خذ علمه من ابغ حجك وخف عقيمه. അതാണ് ഹംസ. അൽ അർദ് എന്നിടത്ത് ഹംസ കണ്ടു, അൽ അർദ് എന്നിടത്ത് നമ്മള് ഹംസ കണ്ടു. കണ്ടോ? ഹംസയുടെ മുമ്പിൽ വന്ന അൽ. ബ ഇബ്ഗി ബാ അൽ ബർഖു, ഗൈന് അൽ ഗാശിയ, ജീം അൽ ജിബാലു അൽ ജിബാലി, ഹജ്ജക ഹാ അൽ ഹംദു അൽ കിതാബു അൽ വിൽദാൻ അൽ ഖൈർ. ഇങ്ങനെ ഓരോന്നും നോക്കൂ. ഹംസയുടെ അൽ അർദ്, അൽ ബർഖ്, അൽ ഗാശിയ, അൽ ഹംദ്, അൽ ജിബാൽ, അൽ കിതാബ്, അൽ വിൽദാൻ, അൽ ഖൈർ. ഫാ വൽ ഫജ്ർ, വൽ ഫജ്ർ. അവിടെ വാ ഇല്ലെങ്കിൽ എങ്ങനെ വായിക്കും? ഓക്കെ, ഞാനൊരു കാര്യം മറന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്, ഞാൻ കൂടുതൽ സമയം ആവർത്തിച്ചു പോയി. അലം നജ്അലിൽ അർദ മിഹാദാ വൽ ജിബാല ഔതാദാ. ഇവിടെ 2 സ്ഥലത്ത്, ഒന്ന് ഹംസയുടെ മുമ്പിലാണ് ലാമു താരിഫ് വന്നത്, മറ്റൊന്ന് ജീമിന്റെ കൂടെയാണ്. അതുകൊണ്ട് രണ്ടും ഖമരിയായി. ലാം ഖമരിയ മുദ്ഹർ. ഇത് തെറ്റിച്ച് വായിച്ചാൽ അലം നജ്അലിൽ അർദ മിഹാദാ എന്നാവും. തെറ്റാണ്. അലം നജ്അലിൽ അർദ മിഹാദാ. അലിഫ് ഹംസ ഫത്ഹ അ, ലാം ഫത്ഹ ല, അല മീം സുകൂൻ ലം, അലം നൂൻ ഫത്ഹ ന, ജീം സാകിന മുഖൽഖല നജ, ഐൻ ഫത്ഹ അ നജ്അ, ലാം കസ്റ ലി നജ്അലി, അലം നജ്അലി. همزة وصل تسقط وصلا نبدأ بها لام قمرية مظهرة ألف حمزة فتحة راء سكون الأر ضاد فتحة مفخمة ضا الأرض ألم نجعل الأرض ميم كسرة هاء فتحة ألف مطبي حركتان ها ميها دال فتحة ألف مد عوض حركتان عند الوقف دا ميها دا ألم نجعل الأرض مهادا. ഇങ്ങനെ ഓരോന്നും തഹജ്ജി ചെയ്തു വരണം. അടുത്ത ആയത്ത് മറ്റൊരാൾ തഹജ്ജി ചെയ്യൂ, എന്നിട്ട് നമുക്ക് ലാം ശംസിയയിലേക്ക് കടക്കാം. വൽ ജിബാല ഔതാദാ واو فتحة و همزة وصل تسقط وصل نبدأ بها المظهرة لام قمرية مظهرة والجيم كسرة جي والجي باء فتحة ألف مد طبيعي حركتان با والجبا لام فتحة لا والجبال همزة ألف همزة فتحة واو سكون أو تاء فتحة ألف مد طبيعي حركتان أو تاء دال فتحة ألف مد عوض حركتان عند الوقف أوتادا والجبال أوتادا. Okay, very good. Barakallah.
ألم نجعل الأرض مهادا والجبال أوتادا ഇങ്ങനെ ഓരോ ആയത്തുകളെയും ഹൽ അതാക ഹദീസുൽ ഗാശിയ. അപ്പോ ഹൽ അതാക എന്നുള്ള ലാമ് ഹംസയുടെ മുമ്പില്, അപ്പൊ ആ ലാമുൽ ഖമരിയല്ലേ അല്ല ലാം ശംസിയെ? ഹൽ അതാക്കയിലെ ലാമുൽ ഖമരിയാണോ ശംസിയാണോ? സാധാ സുക്കൂൻ വന്നേക്കുന്നത്, കമരിയല്ല ഷംസിയയും അല്ല. ആ ശരിയാ. അപ്പൊ ലാം ഖമരിയ ശംസിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി. ശരി, അത് നോർമൽ ഒരു വേർഡിലുള്ള ലാസ്റ്റ് ലെറ്റർ ആയ ലാമാണ് കേട്ടോ. അത് ആ വേർഡിൽ ഇൻബിൽട്ട് ആയ ലാമാണ്, അല്ലാതെ കണക്ടിങ് ലെറ്റർ ആയ അൽ എന്ന ലാമ അല്ല. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ലാം ശംസിയയിലേക്ക് കടക്കുന്നു. ലാമു ശംസിയ ثانيهما إدغامها في أربع وعشرة أيضا ورمزها فعي طب ثم صل رحما تفز ضف ذا نعم دع سوء ظن زر شريفا للكرم. ഇതാണ് 14 അക്ഷരങ്ങൾ. ലാമു താരിഫിന്റെ രണ്ടാമത്തെ വിഭാഗം സാനീഹിമ ലിലാമി അൽ ഹാലാനി, 2 ഹാലുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഊലാഹുമ ഇദ്ഹാറുഹ എന്ന് പറഞ്ഞു. എന്നാൽ സാനീഹിമ രണ്ടാമത്തേത് ഇദ്ഗാമുഹ, അതിനെ ഇദ്ഗാം ചെയ്യുന്ന ഹാലാണ്. ഇദ്ഗാം മീൻസ് കൂട്ടിച്ചേർക്കുക, ലയിപ്പിക്കുക. ലയിപ്പിക്കുക, ഇദ്ഗാം ലയിപ്പിക്കുക, ഏറ്റവും നല്ല ടേം. കൂട്ടിച്ചേർക്കുക, ചേർക്കുക ഒക്കെ പറയാം, എന്നാലും ലയിപ്പിക്കുക, മെർജ് ചെയ്യാം. ഇദ്ഗാമുഹ ഫി അർബഇൻ വഅശ്റത്തിൻ, എത്ര എണ്ണത്തിലാണ്? 14 എണ്ണത്തിൽ തന്നെ. ഐദൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ? ഈ അർബഇൻ വഅശ്റത്തിൻ ഐദൻ നേരത്തെ പറഞ്ഞതുപോലെ 14 എണ്ണത്തിൽ തന്നെയാണ് ഇത്. അപ്പൊ 14 എല്ലാ അക്ഷരവുമായിട്ടാ. അപ്പൊ റംസുഹാ ഫഴി, അതിന്റെ അടയാളം എന്നത് ശ്രദ്ധിച്ചോ, അത് ഇടൂല, അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കണം, ഇടേണ്ടതില്ല എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണേ. നമ്മൾ പറയാം ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? തിബിലെ താ, സുമ്മയിലെ സാ, സ്വല്ലിലെ സാദ്, റഹിമല്ലെ റാ, തഫുസിലെ താ. അതായത് ഇനി പറയാൻ പോകുന്ന 14 വേർഡിലെയും ഫസ്റ്റ് ലെറ്റർ. അല്ലാതെ തിബ് എന്ന് പറയുമ്പോ ബാ കമരിയപ്പെട്ടതാണല്ലോ, പിന്നെ എങ്ങനെ ഇതിലൊന്ന് ചോദിക്കല്ലേ. ഞാൻ അതുകൊണ്ടാണ് കളറ് മാറ്റി എഴുതിയത്. നിങ്ങളെ പെണ്ണുകൊണ്ട് എഴുതുമ്പോ നീലയും കറുപ്പും പെണ്ണും ഉപയോഗിച്ചോളൂ, അല്ലെങ്കിൽ ചുവപ്പ് മഷി കൊണ്ട് അടയാളപ്പെടുത്തിക്കോളൂ. ഓക്കെ, അപ്പൊ ഇത്രയും വാക്കുകളിൽ ആദ്യാക്ഷരങ്ങളുടെ കൂടെ ലാമു താരിഫ് വരുമ്പോ അത് ശംസിയ ചേർന്ന് പോകും. തിബിന് ഒരു ഉദാഹരണം പറയും, താന് ഒരു വാക്ക് പറയും, താ കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്ക് പറയും അറബി. അതെ, തൊഹൂർ. തൊഹൂറിനോട് അൽ ചേർത്താൽ എന്ത് വായിക്കും? അത്തഹൂർ. അല്ലാതെ അൽ തൊഹൂർ എന്ന് പറയില്ല. ശരി, എന്നാൽ വേറെ ഒരാള് സാ ഉള്ള ഒരു വാക്കിനോട് പറയും, സാ തുടങ്ങുന്ന ഒരു വാക്ക്, അതിന് അൽ ചേർത്തിട്ട് സൗറ്. സൗറിന് അൽ ചേർത്താൽ അൽ സൗർ എന്ന് പറയില്ല, അസൗർ. ഓക്കെ, ശംസിയ മുതകം. ഇനി സ്വാദ് തുടങ്ങുന്ന ഒരു വാക്ക് വേറെ ഒരാളാണ്, എല്ലാം വേറെ ആള് പറയണേ. സബർ. അൽ ചേർത്ത് പറയൂ. അൽ സബർ ഇല്ല, അസബർ. ഇനി റാ, മറ്റൊരാള് റഹ്മാൻ. അർ-റഹ്മാൻ. ഗുഡ്. ഇനി മറ്റൊരാൾ താ. വേറെ ആരും താല്ലേ? നമ്മൾ 51
തിൽഫാസ് ആയിക്കോട്ടെ, എന്തെന്നാ പറയാ, അത്തിൽഫാസ് അല്ലെ? തിൽഫാസ് ഖുർആനിലുണ്ടോ? ഇല്ല. ഇല്ല. സാറല്ല, ആയിക്കോട്ടെ. നമ്മളിപ്പോ ലാം ശംസിയെ നോക്കുകയാണല്ലോ. ഓക്കെ, പരമാവധി ഖുർആനിലുള്ള വാക്ക് പറയാം. ദാദ് ദാദ് ضالين ضالين الضالين അല്ലേ? الضالين الضالين അല്ല, വലൽ ضالين അല്ല, വലൽ ضالين. ഓക്കെ, ذال ذنب ذال ذنب ذكر ذكر الذكر نون നാസ് അന്നാസ് അല്ലെങ്കിൽ നിഅമ് തന്നെ, അന്യാം. ദാല് അല്ല, ദാലിക ദാലിക دين ദാലിക പറ്റുമോ? ദാലിക എന്നുള്ളത് ദാലാണ്, അല്ലെങ്കിൽ ദാലിക പറ്റൂല. ദജാജത്ത് ആ, നൗണായിരിക്കണം, നൗണായിരിക്കണം കേട്ടോ, ഇസ്മുകളായിരിക്കണം. ദജാജത്ത് ആ, ദജാജത്ത്. ഓക്കെ, പക്ഷെ ദജാജത്ത് ഖുർആനിലുണ്ടോ? ഖുർആനിൽ കോഴിയുണ്ടോ? ഇല്ല. കോഴിക്കോട്ടെ, ആയിക്കോ, കുഴപ്പമൊന്നുമില്ല. അദ്ദജാജ. ആ, പിന്നെ സീന് السورة അസ്സൂറത്ത്, അസ്സമാ. ആ, വാവ് വാലിമ് അല്ലാലിമു, സായി زلزلة അസ്സൽസല അല്ലെങ്കിൽ അസ്സക്കാത്ത്. ഷീന് زمر شمس അശംസ്. ലാമ് അല്ലുഗ അല്ലുഗ അല്ലൈല്. ഓക്കെ 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 ഓക്കെ, ശരി. അപ്പൊ ആ പാട്ട് രണ്ടും ഓർത്ത് വെക്കുക. നമുക്ക് അവസാനം ഒന്ന് പാടാം. ഇതൊക്കെയാണ് അക്ഷരങ്ങൾ. ഈ അക്ഷരം നോക്കിയാൽ പാട്ട് പാടാൻ പറ്റും. ആ, ലൈല് ലൈല് വല്ലൈലി. ഈ അക്ഷരം നോക്കിയിട്ട് പാട്ട് പാടാൻ പറ്റും. ثم صل رحما تفز ضف ذا نعم دع سوء ظن زر شريفا للكرم ابغي حجك وقف عقيمه قمرية. ഓക്കെ, ലാം ശംസിയ മുദ്ഗമ ഫി ഡാഷ്. ഇങ്ങനെയാണ് തഹജ്ജ് ചെയ്യുക കേട്ടാ. തഹജ്ജ് ചെയ്യുന്നത് ഇതാണ്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, എഴുതാൻ എളുപ്പമാണ്. ലാം ശംസിയയുടെ തഹജ്ജി. ലാം ശംസിയ മുദ്ഗമ ഫി ത്താഇൽ മഫ്തൂഹ മക്സൂറ മദ്മൂമ. എന്താണോ അത്. ലാം ശംസിയ മുദ്ഗമ ഫി സീൻ. ലാം ശംസിയ മുദ്ഗമ ഫി റാ. لام شمسية مدغمة في الدال في الذال في الزاي في الشين في الصاد في الضاء في الطاء في الظاء في النون. അങ്ങനെ 14. ഒന്ന് തഹജ്ജ് ചെയ്യാം. നേരത്തെ വരാത്ത ആരെങ്കിലും പറയൂ. همسة وصل تسقط وصل نبدأ بها لام شمسية مدغمة طاء شدة لما ومد تبي حركتان. ഓക്കെ 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 ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ചെയ്യാം. ലാം ശംസിയ മുദ്ഗമ ഫി ത്വാ അല്ലേ? അത്രയും നമുക്ക് എല്ലാവർക്കും കിട്ടും, പ്രയാസമൊന്നും ഉണ്ടാവില്ല. ലാം ശംസിയ മുദ്ഗമ ഫി ത്വാ. എന്നിട്ട് നമ്മൾ ത്വാഇന്റെ ഹാല് നോക്കിയാൽ മതി. ത്വാഇൽ മദ്മൂമ. ദമ്മാണെങ്കിൽ മദ്മൂമ എന്ന് പറയാം, കെസ്റാണെങ്കിൽ മക്സൂറ എന്ന് പറയാം, ഫത്ഹ ആണെങ്കിൽ മഫ്തൂഹ എന്ന് പറയാം. അത് ഓർത്ത് വെച്ചാൽ ഫി ത്വാഇൽ മദ്മൂമ ഫി ത്വാഇൽ മദ്മൂമ വാവ് മദ്തുബി ഹർകതാൻ
ഫത്ഹ മുഫഖമ അത്തൂറ. എന്നാൽ അസ്സമറാത്തി മറ്റൊരാൾ താൻ ചെയ്യും. ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ നബ്ദു ബിഹാ റാ ഷദ്ദ മുദഗമ ലാം ശംസിയ. അല്ല 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 അല്ല, ആദ്യം പറയേണ്ടത് ലാമിനെയാവണം. ഇത് കാണുന്നില്ല കേട്ടോ. ഇത് മോഡലിൽ എഴുതിയിട്ടുണ്ടോ? മോഡലുണ്ട്, കാണുന്നില്ല. അതെത്താ സമറാത്താണ്. ആരും കാണുന്നില്ല. ഇപ്പൊ ഇല്ല, ആദ്യം ഉണ്ടായിരുന്നു. കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്നു. വന്ന് അതെവിടെ പോയത്, എന്താ സംഭവിച്ചതാ? ഇവിടെ അല്പം വലുതാക്കിയാൽ മതി, അതുകൊണ്ടാണ് കാണാത്തത്. എന്നെ കാണുന്നുണ്ട്, അല്പം വലുതാക്കിയാൽ മതി. ഞാൻ എല്ലാം ഒറ്റ സ്ലൈഡിലായതുകൊണ്ടാണ്. ഞാനും മൊബൈൽ വെച്ചിട്ടുണ്ട്, അതിൽ കാണുന്നുണ്ട്. ഓക്കെ. അസ്സമറാത്തി ലം ശംസിയ മുദ്ഗമ ഫിസ്സാഇൽ മഫ്തൂഹ അസ്സമറാത്തി. കേട്ടാ, അടുത്തത് വേറൊരാൾ പറഞ്ഞു നോക്കൂ. അസ്സലാത്തി അസ്സലാത്ത. ഹംസത്തു വസ്ലിൻ തസ്കത്തു വസ്ലിൻ നബ്ദു ബിഹാ ലാം ശംസിയ മുദ്ഗമ ഫിസ്വാദ് ഇൽ മഫ്തൂഹ. അതെ, ഫിസ്സാദിൽ മഫ്തൂഹ. മഫ്തൂഹ. ഫിസ്സാദി അൽ മഫ്തൂഹ എന്ന് കൂട്ടി വായിക്കുമ്പോൾ ഫിസ്വാദിൽ മഫ്തൂഹ. ഓക്കേ, ഫിസ്വാദിൽ മഫ്തൂഹ. ഉസ്താദ് കസ്റ വരുമ്പോ എന്താ പറയല്? മക്സൂറ. മക്സൂറ. അതൊന്നുകൂടി പറഞ്ഞല്ലോ. ഫത്ഹ മഫ്തൂഹ, കസ്റ മക്സൂറ, ضم മദ്മൂമ. മഗ്മൂമ. ضم മദ്മൂമ. ഓക്കേ. രണ്ട് മീം ക്ലിയർ ആയോ? മഫ്തൂഹ, മക്സൂറ, മദ്മൂമ. അതാ വരും, അടുത്ത വരും. ഇതാ ലം ശംസിയ മുദ്ഗം ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ നബ്ദഉ ബിഹാ ലം ശംസിയ മുദ്ഗമ ഫിറാഇൽ മദ്മൂമ അർറു സീൻ ضماسു അർറുസു ലാം ضمالു അർറുസുലു അർറുസുലു എന്നിങ്ങനെ വരും. 3 പേരൊന്ന് ലെറ്ററിൽ എഴുതി കാണിക്കാവോ? ഓ, ഈ 3 പേരുടെ ഒന്ന് എഴുതി കാണിക്കുകയാണെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടിയ. അത് ഞാൻ ഇത് കഴിഞ്ഞ് സ്ലൈഡിൽ എഴുതി വിടാം. ഉസ്താദ് അതേപോലെ ഷെദ് നമ്മൾ മെൻഷൻ ചെയ്യണ്ട. ഉസ്താദ് പറഞ്ഞു ലാമിന് സുക്കൂന് വരാത്തപ്പോ ഷെദ് വന്നിട്ടാണ് അടുത്ത അക്ഷരം തുടങ്ങാണ്. അതെ, ഷെദ് പറയണ്ട. വേണ്ട, ശബ്ദ മെൻഷൻ ചെയ്യണ്ട. ശബ്ദുള്ള അക്ഷരത്തിലേക്കല്ലല്ലോ നമ്മൾ ഇദ്ഗാം ചെയ്തത്. ഇദ്ഗാം ചെയ്തപ്പം ശബ്ദ ഉണ്ടായതല്ലേ. രണ്ട് കയറ് നമ്മൾ കൂട്ടി കെട്ടിയപ്പോ ഉണ്ടായതല്ലേ മുഴ. ആദ്യം 2 കയറിനും മുഴ ഇല്ലല്ലോ. അതേപോലെ സാറേ അസ്സലാത്ത എന്നുള്ളതൊന്ന് തഹജ് ചെയ്ത് തരുമോ? لام همزة وصل تسقط وصلا نبدأ بها لام شمسية مدغمة في الصاد المفتوحة الصا لام فتحة ألف لينة مد طبيعي حركتان لا الصلاة تاء فتحة الصلاة. ഇതില് സ്വാദ് മുഫഖമ പറയണല്ലോ. നിങ്ങൾ പറയണമെന്നില്ല. അത് അവിടെ മുഫഖമ പറയുമ്പോ ലാം ശംസിയ മുദ്ഗമ ഫി സാദിൽ മഫ്തൂഹ മുഫഖമ എന്ന് പറയുമ്പോ ചിലപ്പോ തെറ്റായിട്ട് ഈ ശംസിയ മുഫഖമയായോ അല്ലെങ്കിൽ പിന്നെ മുദ്ഗമ എന്നുള്ള ഇദ്ഗാമ മുഫഖമ എന്നാണോ എന്നൊക്കെ സംശയം ഉണ്ടായേക്കാം. അതുകൊണ്ട് പറയാതിരിക്കാം. പിന്നെ ലാമിന്റെ അലിഫ് മദ്ദിന് വാവ് വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അത് അലിഫ് ലൈന എന്തെങ്കിലും പറയണോ? അങ്ങനെ അതാണല്ലോ നമ്മളിപ്പോ പറഞ്ഞത്. ലാം ഫത്ഹ അലിഫ് ലയ്യിന മദ് ത്വബീ ഹറകതാൻ പറയണം. ശരി, ഓക്കേ. ഗുഡ്. യെസ്,
അത്തവ്വാബു മറ്റൊരാൾ. همزة وصل تسقط وصلا نبدأ بها لام شمسية مدغمة في التاء المفتوحة حتى وشد وفتحة ألف مد طبيعي حركتان التواب ضم التواب. ഓക്കെ ഓക്കെ ഗുഡ് ബറക്കല്ലാഹ്. ഇനി വരുന്നത് അദ്ദുറു മറ്റൊരാള്. മറ്റൊരാള് എന്ന് പറയുമ്പോ ആദ്യത്തെ ആള് തന്നെ പിന്നെ മറ്റൊരാളാവരുതേ, മറ്റൊരാള് തന്നെ. اوكي همزة وصل تسقط وصلا نبدأ بها لام شمسية مدغمة في الضاد مضمومة الض راء شدة ضمة الضر. اوكي അടുത്ത വാക്ക് همزة وصل تسقط وصلا نبدأ بها لام شمسية مدغمة في الذال المكسورة الذلة همزة وصل تسقط وصلا نبدأ بها أنا പറയാ അല്ലേ ആരുല്ലേ نبدأ بها لام شمسية مدغمة في النون المفتوحة ألف مد طبيعي حركتان راء كسرة ري راء كسرة ري مرققة ري مرققة ري എന്നിട്ട് വായിക്കൂ. النار പോരല്ലോ, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. النار നൂനിനെ മണിക്കണം. നൂനിനെ മണിക്കണം. അപ്പൊ നമ്മളത് മണിക്കുന്നു എന്ന് മെൻഷൻ ചെയ്യണം. ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ നബ്ദഉ ബിഹാ لام شمسية مدغمة في النون المفتوحة بغن حركتين ألف مد طبيعي حركتان راء كسرة مرققة النار. മനസ്സിലായോ? ഒന്നെടുത്തില്ല. ഒന്ന് പഠിച്ചിട്ടില്ല അതോട്ടാ സാറേ. ഉന്ന എടുത്തില്ല. 11ാമത്തെ ഹാൽ എടുത്തില്ല. ഇല്ല. 11ാമത്തെ ഹാല് 11ാമത്തെ ഹാൽ എടുക്കാതല്ല. ആയിക്കോട്ടെ, ഞാൻ വിട്ട് 10 ഹാലേ എടുത്തിട്ടുള്ളൂ സാറേ. ആയിക്കോട്ടെ, എന്നാ കുഴപ്പമില്ല. അപ്പൊ 11ാമത്തെ ഹാൽ മുതൽ 19 വരെ നിങ്ങൾക്ക് ഇനി വേഗം മനസ്സിലാവും. നൂനും മീമും വരുമ്പോ ശബ്ദം ഉണ്ടാവുമല്ലോ, എന്തായാലും മണിക്കണല്ലോ. മീം ഹർഫ് ഗുന്ന മുശദ്ദദ് ബിൽ ഫത്ഹ്. അതേപോലെ നൂനാണെങ്കിൽ ഇന്ന നൂൻ ഹർഫ് ഗുന്ന മുശദ്ദദ് ബിൽ ഫത്ഹ് ഇന്ന. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ലാം ശംസിയ മുദ്ഗമ ഫിൻ നൂനിൽ മഫ്തൂഹ എന്നിട്ട് ബിഗുന്ന ഹറക്കത്തെ 2 ഹറക്കത്ത് സമയം മണിക്കണം എന്നും പറയും. ബിഗുന്ന ഹറക്കത്തെ. ക്ലിയർ? ഓക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് 11ാമത്തെ ഹാല് അടുത്ത ക്ലാസ്സിൽ എടുക്കും. അന്നേരം ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ശരി. لام شمسية مدغمة في الدال المكسورة الدماء لام شمسية مدغمة في السين المفتوحة السماء لام شمسية مدغمة في الضاء المفتوحة الظن لام شمسية مدغمة في الزاي المفتوحة الزكاة لام شمسية مدغمة في الشين المفتوحة الشمس لام شمسية مدغمة في اللام المفتوحة اللغو
اللغوي. ഓക്കെ, അപ്പൊ ഈ പേജ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കൂ. യെസ്, അപ്പൊ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. ഓരോന്നിന്റെയും നേരെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റും, അക്ഷരത്തിന്റെ പേരും കൂടെ എഴുതുക. അപ്പൊ അത്തൂറ എന്നുള്ളതിന്റെ മുമ്പിൽ ത്വാ മാത്രം റൗണ്ടിൽ എഴുതുക. ത്വാ എഴുതിയിട്ട് അത്തൂറ, സ എഴുതിയിട്ട് അത്തമറാത്തി, സാദ് എഴുതിയിട്ട് അസ്സലാത്തി, റാ എഴുതിയിട്ട് അദ്ദുസൽ, ത എഴുതിയിട്ട് അത്തവാബ്, ദാദ് എഴുതിയിട്ട് അബ്ദുറു, ദാൽ എഴുതിയിട്ട് അബ്ദില്ല, നൂൻ എഴുതിയിട്ട് അന്നാർ, ദാൽ എഴുതിയിട്ട് അദ്ദിമ, സീൻ എഴുതിയിട്ട് അസ്സമ, വാ എഴുതിയിട്ട് അള്ളൻ, സായി എഴുതിയിട്ട് അസ്സക്ക, ഷീൻ എഴുതിയിട്ട് അശംസ്, ലാം എഴുതിയിട്ട് അല്ലഹു. കേട്ടോ? ഓക്കെ 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 ഓക്കെ. ഓരോരുത്തരായിട്ട് ഇപ്പൊ 3 പേര് ടോട്ടൽ റിമൂവ് ആയി, 4 പേര് ഇപ്പോ പോയിട്ടുണ്ട്. അപ്പൊ നമ്മളും വേഗം പോകാൻ നോക്കുകയാണ്, കാരണം ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമയവും ആയിട്ടുണ്ട്, 9:30 ഇതിൽ നിങ്ങൾ പെട്ടെന്ന് പറയണം. ഞാന് 5 വരെ എണ്ണുമ്പോഴേക്ക് നിങ്ങൾ പറയണം ഖമരിയ എത്ര ഉണ്ട്, ലാം ശംസിയ എത്ര ഉണ്ട് എന്ന് പറയണം. ലാം ശംസിയ ഖമരിയ എത്ര എണ്ണം ഉണ്ട് എന്ന് പറയണം. One, 2, 3, 4, 5. ഖമരിയ 7, ശംസിയ 9. ശംസിയ 9, ഖമരിയ 7. എല്ലാരും അതിനോട് യോജിക്കുന്നുവോ? സ്ക്രീൻ കാണുന്നില്ല. ശംസിയ 9, ശംസിയ 8, ഖമരിയ 8. ശംസിയ 9. എന്താണല്ലേ, ഗംഭീരമായ ഒരു മറുപടിയാണ്. ഖമരിയ 8, ശംസിയ 8. അതെ അതെ. ശംസിയ 9, ഖമരിയ 7. അതാണ് പ്രശ്നമായല്ലോ. ശംസിയ 9, ഖമരിയ 8. ശംസിയ 8. ശംസിയ 8. ശംസിയ 8, ഖമരിയ 8. ശംസിയ 8, ഖമരിയ 7. ശംസിയ 9 അല്ല, ശംസിയ 8, ഖമരിയ 7. എന്താ ഇപ്പൊ ചെയ്യാ? ഖമരിയ 7, ശംസിയ 9. ശംസിയ 9. ശംസിയ 9. എന്താ? 9. ശംസിയ 9. ഖമരിയ 7. എനിക്ക് തെറ്റിയിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിയാഞ്ഞിട്ടാണോ ഇങ്ങനെ മാറ്റം പറയുന്നത്? എനിക്ക് ശംസിയ 9, ഖമരിയ 7. ഉറപ്പായോ? ഓക്കെ, നമുക്ക് ഞാൻ ശംസിയ മാത്രം വായിക്കാം, നിങ്ങൾ എണ്ണിയാ മതി. 8 7 എനിക്ക് കിട്ടിയത്. ഓ 8 7. 8 7. 16 വാക്കുകളില്ല. സാറേ ഞാൻ പറഞ്ഞു 8, ശംസിയ 8, ഖമരിയ 8. 8 8 16. ഇത് ടോട്ടൽ എത്ര വാക്കുണ്ട് പറയെല്ലാരും? 16. 16. അപ്പൊ 8 8 16 ആണ്. 8 7 എത്ര? 7 9. 7 ആണ്, 9 ആയിരിക്കണം. 7 8 പറ്റുന്നത്. 9 7, 9 ശംസിയ, 7 ഖമരിയ. രണ്ടും അല്ലാത്തുണ്ടോ? രണ്ടല്ലാത്തത് അങ്ങനെ നോക്കിയില്ലല്ലോ. അല്ല, അതുകൊണ്ടായിരിക്കോ 8 7 എന്ന് പറയുന്നത്. ആരോ എന്താണ്? പിന്നെ എന്താ പ്രശ്നം ചങ്ങന്മാരെ? ബാച്ചാർന്നോ? ബില്ലഹുവിനുള്ള ബാ വന്നതുകൊണ്ട് ഹംസയെ അല്ലേ ബാധിക്കുള്ളൂ, ലാമിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ശംസിയ 9, ഖമരിയ 7. അതാണ് ശരി. 9 ഒരു വട്ടം, 9 2 വട്ടം, 9 3 വട്ടം.
ആയിക്കോട്ടെ, ഞാൻ ശംസിയായ വാക്കുകൾ മാത്രം ഒന്ന് പറയാം. എണ്ണി നോക്കണം കേട്ടോ. الطور الزكاة الرسل الذلة الصلاة اللغو الدماء النار. അപ്പൊ അത് പറഞ്ഞു തരാം. ശരി തെറ്റിപ്പോയില്ലേ? ബില്ലവി എന്ന് ബില്ലവി എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ ഓക്കെ, ബാക്കിയുള്ളതൊക്കെ അമലിയ. ശരി. وأنزل من السماء ماء فأخرج به من الثمرات. ഈ ആയത്തിൽ എത്ര സ്ഥലത്ത് ലാമു ശംസിയ വരുന്നുണ്ട്? മൂന്ന് സ്ഥലം. എന്താ കാരണം? എന്താ കാരണം? അല്ല 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 എന്താ കാരണം എന്ന് വെച്ചാൽ ഉടനെ പറയുന്നത് ശംസിയായ അക്ഷരത്തോട് ചേർന്നതുകൊണ്ടല്ലേ. ശംസിയായ അക്ഷരത്തോട് ചേർന്നതുകൊണ്ടാണ് ശംസിയായത് ലാമു. കേട്ടോ, ഇതിൽ എത്ര ലാമു ശംസിയുണ്ട്? എത്ര ലാമുണ്ട്? ഇതിലെത്ര ലാമുകാരിയുണ്ട്? ഇതിലെത്ര ലാമുകാരിയുണ്ട്? ഒന്ന്. അത് ശംസിയ ഓ ഖബരിയ? قالوا أتجعل فيها من يفسد فيها ويسفك الدماء. ഇത് നമുക്ക് അവസാനിപ്പിക്കാം. ഭയങ്കര സൗണ്ട്. സ്ലൈഡ് ഉണ്ടല്ല, സ്ലൈഡ് ഒന്ന് കാണിച്ചില്ല. മഫ്തൂഹ പറഞ്ഞില്ലേ മൂന്ന്? അത് ഞാൻ എഴുതി അയച്ചുതരാം. ഒറ്റ ഇതിലല്ല, ഞാൻ എഴുതി നിങ്ങൾ വാട്സപ്പിൽ വിട്ടണം, ഗ്രൂപ്പിൽ വിടാം കേട്ടോ. ഗ്രൂപ്പിൽ വിടുന്നതിൽ മഫ്തൂഹ, മക്സൂറ, മദ്മൂമ വിട്ടുതരാം കേട്ടോ. ഓക്കെ, ഞാൻ ഇതിന്റെ കൂടെ അത് എഴുതുമ്പോ ഇത് നഷ്ടപ്പെട്ടു, ഇത് വിട്ടു, അതുകൊണ്ടാ. ഞാൻ വാട്സപ്പിൽ തന്നെ ഇത് കഴിയുന്ന വാട്സപ്പിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടാം. പിന്നെ എന്താ, ഏതെങ്കിലും ഒരു അക്ഷരത്തിനോട് പറയാം. ഫിത്താഇൽ മഫ്തൂഹ, ഫിത്താഇൽ മക്സൂറ, ഫിത്താഇൽ മദ്മൂമ എന്ന് പറഞ്ഞു. ഈ ഷാഹിദ് 2-1 പാടിയിട്ട് നമുക്ക് പിരിയാം. ലാമു താരിഫിന്റെ ഷാഹിദ് ഏതാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ പറയണം. റെഡി? 1 2 3 സ്റ്റാർട്ട്. എല്ലാവരും ഒന്ന് പാടിക്കോളൂ. ലീലാമി അൽഹാലാനി ഖബ്ലൽ അഹ്റുഫി ഊലാഹുമാ യുഹാറു അൽ താരിഖി ഖബ്ല അർബഇൻ മഅശ്റത്തിൻ ഖുദ്റിൽ മൗ من عقيمه ثانيهما إدغامها في 4 و10 ألف وربها
طيب ثم صل رحما تفصف ذارعا دع سوء ظن ذو شريفا للكرم. ഓക്കെ, ഇനി അതിലെ പ്രാക്ടീസിനായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് ഗ്രൂപ്പിലൊക്കെ വരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഈ കാണുന്ന ആയത്തില് 2 സ്ഥലത്ത് ലാം ശംസിയെയും 5 സ്ഥലത്ത് ലാം ഖമരിയെയും വന്നു അല്ലേ? അതെ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. മരണം, സ്വർഗ നരകം, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇനി ഹുമാസി സുദാസിയിലെ ഹംസത്തുൽ വസ്ലാണ് എന്ന് പറയാനുള്ള ഭാഗമാണ്. അത് ഇൻഷാ അല്ലാഹ് ബൈ വോയിസോ മറ്റോ ആയിട്ട് തരാം. ഇന്ന് നമ്മൾ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടദാസരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.